ഹായ്, നമസ്കാരം. എൻ്റെ പേര് സഹദേവൻ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ആസ് എ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് ദി ഹൈവ് റിസോർട്ട് കൊണ്ടോട്ടി ഗ്രൂപ്പ് വയനാട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രോൺസ് തവ ഫ്രൈ. അതിലിട്ട് മസാലകൾ ആക്ച്വലി ഇപ്പോൾ തന്നെ മാരിനേഷൻ ചെയ്ത് വെച്ചാണ്. അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോക്കനട്ട് ഓയിൽ, ചില്ലി പൗഡർ, ഫിഷ് മസാല, പെപ്പർ പൗഡർ. ഇപ്പോൾ തവയൊന്ന് ചൂടായിട്ടുണ്ട്, നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇത് ആക്ച്വലി ഇത് കുക്കായി വന്നിട്ടുണ്ട്. അത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ അത് ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി ലൈറ്റായിട്ട്. കുറച്ച് കളറായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുന്നതാണ്. നല്ല ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കുക്കായി പോകുന്നു പെട്ടെന്ന്. ഫ്രൈ പോൺസ് അപ്പോൾ കുറച്ച് നല്ല കളറെല്ലാം വന്നിട്ടുണ്ടല്ലോ അല്ലേ. കുറച്ച് ഓയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് ആകുന്നു. കുറച്ച് സ്മോക്കി ആയിട്ട് നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ഓയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് പ്ലേറ്റിങ്ങിലോട്ട് വെയിറ്റിംഗ് ചെയ്യാൻ പോവാം. ഇപ്പോൾ ഗാർണിഷ് ചെയ്യുന്നത് ഒരു ലെമൺ വെജസ്, പിന്നെ കുറച്ച് ജൂലിയൻ വെജിറ്റബിൾ ആൻഡ് കൊറിയാണ്ടർ ലീവ്സ്. അടുത്ത് തവ ചിക്കനാണ് നമ്മൾ ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യൻ മസാലാസ് വെച്ചിട്ട് ഓൾറെഡി മസാല നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇതിൽ വന്നിട്ട് ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് കാശ്മീരി ചില്ലി പൗഡർ, കറി ലീഫ്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാന്താരി മസാല കൂടി ഇടുക വേണമെങ്കിൽ, വേറെ ഫ്ലേവറായിട്ട്. പിന്നെ കോണ്ടി സ്റ്റൈലിൽ കൊടുക്കുക ബാർബിക്യൂ സോസിലായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ പ്ലസ് മൊസറല്ല ചീസ് ഇട്ടാണ്. കുട്ടികൾ കൂടെ ലൈക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു 15 മിനിറ്റിൽ ഹാർഡായിട്ട് ഇത് കുക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അതിൻ്റെ പ്ലാറ്റർ കൂടെ കൊടുക്കുന്നുണ്ട്. സീ ഫുഡ് പ്ലാറ്റർ ആൻഡ് നോൺ വെജ് പ്ലാറ്റർ, വെജിറ്റബിൾ പ്ലാറ്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രിൽ സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ലൈക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഹഡായിട്ട് പച്ചക്കുരുമുളക് എല്ലാം ഇടുന്നുണ്ട്. സ്പൈസസ് എല്ലാം ലോക്കൽ സ്പൈസസ് ആണ് ഉപയോഗിക്കുന്നത്, വയനാടിൻ്റെ. അവിടത്തോട്ട് ആയിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് കുക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ ഇതാക്കിയിട്ട് മസാല എല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതിന് മൊസറല്ല ചീസ് ഇടാം. കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ട് കുക്ക് ചെയ്യാം നമുക്ക്. ചീസ് ഇട്ടുന്നതുകൊണ്ട് കുട്ടികൾക്കൂടെ കുറച്ചുകൂടെ ലൈക്കാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ പ്ലസ് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് ഷാലോ ഫ്രൈ ആണ്. തവയിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ.
അപ്പോൾ ഇത് ഓൾറെഡി കുക്കായിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് പ്ലേറ്റിങ്ങിലോട്ട് പോകാം. ഓക്കെ.